Hi all of you. Today we will discuss what is Hall effect. ഇത് ഡിഗ്രി എക്സാമിന് ഒരു എസ്സേ ആയിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹോൾ ഇഫക്റ്റ് എന്നാൽ എന്താണ്? ഇത്രയേ ഉള്ളൂ. ഇഫ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കറണ്ട് കടത്തിവിട്ട ഒരു കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ എക്സ് ഡിറക്ഷനിലേക്കാണ് കറണ്ട് എങ്കിൽ നമ്മൾ ഇസഡ് ഡിറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു എന്ന് കരുതുക. then a potential difference will generate in the conductor which is perpendicular to both the magnetic field and current. എക്സ് ഡിറക്ഷനിൽ ഒഴുകുന്ന കറണ്ട് ഇസഡ് ഡിറക്ഷനിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിന്റെ രണ്ടിന്റെയും പെർപെൻഡിക്കുലർ ആയിട്ട് ക്രിയേറ്റഡ് ആവും. ഇതിന്റെ രണ്ടിന്റെയും പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ വൈ ഡിറക്ഷൻ. അപ്പോൾ വൈ ഡിറക്ഷനിലേക്ക് എന്ത് ചെയ്യും? ഒരു കറണ്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ജനറേറ്റ് ചെയ്യും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് കറണ്ടിന്റെ ഫ്ലോ ഉണ്ടാവുന്നു എന്നർത്ഥം. വൈ ഡിറക്ഷനിലേക്ക് അന്നേരം ഒരു കറണ്ട് ഉണ്ടാവുന്നു. ഈ ഫിനോമിനയാണ് ഹോൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്. വൺസ് മോർ, എന്താണ്? ഇഫ് ദർ ഇസ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്, then a potential difference is created both perpendicular to the current direction and the magnetic field direction, and this phenomena is called the Hall effect. ഈ ഫിനോമിനെ പറയുന്ന പേരാണ് ഹോൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ കൊടുക്കുന്നു നോക്കാം. സപ്പോസ് ഒരു ഇലക്ട്രിക് കറണ്ട് ജെ എക്സ്, നമ്മളിപ്പോൾ ഒരു കറണ്ട് ഡെൻസിറ്റിയാണ് കൺസിഡർ ചെയ്യുന്നത്. ജെ എക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈസ് ഫ്ലോയിങ് ഇൻ ദ, നേരത്തെ പറഞ്ഞതുപോലെ ഇസ് എക്സ് ഡിറക്ഷനിൽ and magnetic field BZ in the Z direction, then a electric field normal to both IX and BZ will be set up in the Y direction. ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് കറണ്ട് ഒഴുകുന്നത് ഡിറക്ഷന് ഈ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് നോക്കാം. എക്സ് ഡിറക്ഷനിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന കറണ്ടിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ലോറൻസ് ഫോഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, പോസിറ്റീവ് എക്സ് ഡിറക്ഷനിലാണ് കറണ്ട് എങ്കിൽ ഒബ്വിയസ്ലി നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലേക്ക് ആരുടെ ഫ്ലോ ഉണ്ട്? ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ട്. ബട്ട് ദീസ് ഇലക്ട്രോൺസ് ആർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് which will generate a Lorentz force which is equal to F is equal to Q into V cross B. അല്ലെ? Q is the electronic charge E, Vx is the velocity of the electron and B is the magnetic field. So Q into V cross B എന്ന് പറയുന്ന ഒരു ലോറൻസ് ഫോഴ്സ് അവിടെ സെറ്റപ്പ് ചെയ്യുന്നു. ഒബ്വിയസ്ലി ഈ ഫോഴ്സ് ഉണ്ട് എങ്കിൽ ആ ഫോഴ്സ് ആ ഇലക്ട്രോണിനെ തള്ളുകയോ പുഷ് ചെയ്യുകയോ പുള്ളിയോ ചെയ്യാം. ഈ പുഷ് ഓർ പുള്ളിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ബോത്ത് പെർപെൻഡിക്കുലർ ടു എക്സ് ആൻഡ് ഇസഡ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഇൻ ദ വൈ ഡിറക്ഷൻ. പോസിറ്റീവ് വൈ ഡിറക്ഷനിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് വൈ ഡിറക്ഷനിലേക്ക്. ഹിയർ നമ്മൾ ആ ഒരു എന്താണ് തമ്പ് റൂളോ അല്ലെങ്കിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മൂന്ന് എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളോ അല്ല എങ്കിൽ നമുക്കറിയാം മൂന്ന് പെർപെൻഡിക്കുലർ ഡിറക്ഷനിലേക്ക് മൂന്ന് വിരൽ വെച്ചിട്ട് നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളൊക്കെ ഉപയോഗിക്കില്ലേ? അങ്ങനെ റൂൾ ഉപയോഗിച്ച് ഈ ഫോഴ്സിന്റെ ഡിറക്ഷൻ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ഡൗൺവേർഡ്. അപ്പൊ എങ്ങോട്ടേക്കായിരിക്കും? ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഡൗൺവേർഡിലേക്കായിരിക്കും. ഇത് ആ ഫിഗർ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഡൗൺവേർഡിലേക്ക് ഈ ഇലക്ട്രോൺസിന്റെ ഫ്ലോ വിൽ റിസൾട്ട് ഇൻ ദ അക്യുമുലേഷൻ ഓഫ് നെഗറ്റീവ് ചാർജ് at the bottom of the conductor. നമുക്ക് ആ ഫിഗർ നോക്കുമ്പോൾ അന്നേരം ഇത് മനസ്സിലാവും. അപ്പോൾ ബോട്ടത്തിൽ നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് സർഫസിൽ പോസിറ്റീവ് ചാർജിന്റെ എന്ത് നടക്കും? അക്യുമുലേഷൻ നടക്കും. ഇതാണ് ഫിഗർ, കണ്ടോ? സോ ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് ഇസഡ് ആക്സിസ്. ഇതിൽ പോസിറ്റീവ് എക്സ് ഡിറക്ഷനിലേക്ക് ആണ് കറണ്ടിന്റെ ഫ്ലോ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഇലക്ട്രോണിന്റെ ഫ്ലോ എങ്ങോട്ടായിരിക്കും? നേരെ നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലേക്കായിരിക്കും.
അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഡോട്ടഡ് ലൈൻ സൂചിപ്പിക്കുന്നത്. സോ ഇലക്ട്രോൺസ് നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലേക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ ഇവിടെ ജെ ഇസഡ് അല്ല ജെ എക്സ് ആണ്. ഓക്കെ, ദിസ് ഈസ് ജെ എക്സ് ആൻഡ് ദിസ് ഈസ് ബി ഇസഡ്. ഓക്കെ, സോ ജെ എക്സ് എന്ന് പറയുന്ന പോസിറ്റീവ് എക്സ് ഡിറക്ഷനിലേക്ക് കറണ്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ ഇലക്ട്രോൺസ് വിൽ ഫ്ലോ ടുവേർഡ്സ് ദ നെഗറ്റീവ് ഡിറക്ഷൻ. But due to the presence of this magnetic field and following the Fleming's right-hand rule, its direction, electron direction is deviated from the negative x direction and it go downward. So negative y direction lekayirikkum this electron flow ennu parayunnathu. So ingane flow cheythu kazhiyumbol there will be accumulation of charge at the bottom of the conductor and equal positive charge will be set up at line up at the surface of the conductor and this phenomenon is called a Hall effect. ഇപ്പോൾ നമുക്കറിയാം എന്താ നോക്കിയേ, പോസിറ്റീവ് ചാർജസ് ഈസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഒരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുക നെഗറ്റീവ് ചാർജിൽ നിന്നും അല്ലേ. പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. സോ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ സെറ്റപ്പ് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. എവിടെ നിന്ന്? പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യുന്നു. EY എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യുന്നു. ഇതിനെയാണ് ഹോൾ ഇഫക്റ്റ് എന്ന് നമ്മൾ വിളിച്ചത്. മനസ്സിലായോ? അപ്പോൾ നമുക്കറിയാം Q ഇൻറ്റു V ക്രോസ് B ആണ്. വിയും ബിയും എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ VB sin 90 എന്ന് വരും. sin 90 1 ആണ്. സോ ലോറൻസ് ഫോഴ്സ് F ഇസ് ഈക്വൽ ടു E ഇൻറ്റു ബി ഇൻറ്റു ബി എക്സ് ഇൻറ്റു ബി ഇസഡ് എന്ന് എഴുതാം. ഇനി നമുക്ക് ഒരു ഫീൽഡ് ഇവിടെ ക്രിയേറ്റഡ് ആയി അല്ലേ. ആ ഫീൽഡിന് നമ്മൾ പറയുന്ന പേരാണ് ഹോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ദ ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ദ സർഫസ് ചാർജ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇതാ ഇവിടെ നിന്നൊരു EX എന്ന് പറയുന്ന ഇതില്ലേ, അതെന്ന് പറയുന്നത് ഈ ഉണ്ടാകുന്ന ലോറൻസ് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യും. അതായത് ലോറൻസ് ഫോഴ്സ് കൊണ്ട് ഒരു അക്യുമുലേഷൻ ഓഫ് ചാർജ് ഉണ്ടാവുന്നതിന്റെ റിസൾട്ടിങ് ആയിട്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഓൾവേസ് ഒപ്പോസസ് ദ ലോറൻസ് ഫോഴ്സ്. മനസ്സിലായോ? ന്യൂലി ജനറേറ്റഡ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദിസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് വിച്ച് റിസൾട്ട് ഡ്യൂ ടു ദ ലോറൻസ് ഫോഴ്സ് ഈസ് ഒപ്പോസ്ഡ് ബൈ ദ ന്യൂ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അങ്ങനെ ഒരു അക്യുമുലേഷൻ പ്രോസസ്സ് എന്താണ്? പ്രോസസ് കണ്ടിന്യൂസ് until the whole force completely cancel Lorentz force. അപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സ് ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സ് Q ഇൻറ്റു E ഇൻറ്റു E എന്ന് പറയുന്ന ഒരു ഫോഴ്സും ഉണ്ട്. ഇവിടെ ലോറൻസ് ഫോഴ്സ് കൊണ്ടുള്ള E ഇൻറ്റു V ഇൻറ്റു B ഉണ്ട് അല്ലേ. ലോറൻസ് ഫോഴ്സ് EVX ഇൻറ്റു BZ. അതുമാതിരി ഈ ലോറൻസ് ഫോഴ്സ് കൊണ്ട് ഒരു ചാർജിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയും അതുകൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് ഓൾവേസ് ഒപ്പോസസ് ദ റീസൺ ഫോർ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ആയി, പക്ഷെ ആ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ആവാനുണ്ടായ കാരണത്തെ എപ്പോഴും ഇത് എതിർക്കും. അതാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ദിസ് അക്യുമുലേഷൻ ഓഫ് ചാർജ് വിൽ കണ്ടിന്യൂ അണ്ടിൽ FH ഈസ് ഈക്വൽ ടു FL. FHും ഈക്വൽ ആവുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? സോ FH ഈക്വൽ ടു FL. FH നമുക്കറിയാം പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് Q ഇൻറ്റു E ആണ്. Qന് പകരം സ്മോൾ ലെറ്റർ ഇയും ക്യാപിറ്റൽ ഇക്ക് പകരം EHും ഹോൾ ഇലക്ട്രിക് ഫീൽഡ്. then which is equal to E into V into Px. ഇതേതാ? ലോറൻസ് ഫോഴ്സ്. E get cancel. EH is equal to Vx into Bz. ഇവിടെ നമുക്ക് Vx എന്തെന്ന് കിട്ടും? നമുക്ക് ജെ പിന്നെ കറണ്ട് ഡെൻസിറ്റി J എന്ന് പറയുന്ന NeV ആണെന്ന് അറിയാം, -NeV. അപ്പോൾ V എന്ന് പറയുന്ന ഇവിടെ എന്താണ്? Vx ആണ്. ഓക്കെ, -NE ഇൻറ്റു VX. ഇവിടെ നിന്ന് VX കണ്ടുപിടിക്കുമ്പോൾ -J/NE കിട്ടും. ഇതിനെ കൊണ്ടുവന്ന് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക EHൽ. സോ EH നമുക്ക് എന്തെന്ന് കിട്ടും? -JZ ഡിവൈഡഡ് ബൈ NE ഇൻറ്റു BZ എന്ന് കിട്ടും. അപ്പോൾ ഹോൾ ഫീൽഡ് എന്തിനൊക്കെ പ്രൊപ്പോർഷണലാണ്? BZന് പ്രൊപ്പോർഷണലാണ് അല്ലേ, കറണ്ടിനും പ്രൊപ്പോർഷണലാണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, ഏത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്? ഇലക്ട്രിക് ഫീൽഡ്, കറണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് EH ബൈ JX ഇൻറ്റു BZ. ഓക്കെ,
ഒരു കോൺസ്റ്റന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. JXനെയും BZനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഈ കോൺസ്റ്റന്റ് എന്തെന്നാ കിട്ടുന്ന? ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? -1/NE ഉണ്ട് അല്ലെ? ഈ കോൺസ്റ്റന്റിന് നമ്മളൊരു പേര് വിളിക്കും ഹോൾ കോൺസ്റ്റന്റ് RH. ദെർഫോർ ഇതിനെല്ലാം ക്രോസ് മൾട്ടിപ്ലൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് RH, വിച്ച് ഈസ് ഈക്വൽ ടു -1/N × E. N എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ആൻഡ് E ഈസ് ദ ഇലക്ട്രോണിക് ചാർജ്. So RH is inversely proportional to the electron concentration as well as the electronic charge. We can determine this N by Hall. അപ്പോൾ നമുക്ക് ഹോൾ ഫീൽഡ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാം? കോൺസെൻട്രേഷൻ ഓഫ് ചാർജ് ഡിറ്റർമിൻ ചെയ്യാം. സൈൻ ഓഫ് RH എന്ന് പറയുന്നത് ഇവിടെ മൈനസ് ആണ് അല്ലേ? -1/N × E എന്നല്ലേ നമുക്ക് ഇത് ഇവിടെ കൊടുത്തേക്കണം. -N × E എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആണോ, കോൺസ്റ്റന്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടത്തെ ഏത് ആണ് കരിയർ ആണ് ഇവിടെ കറണ്ട് ഫ്ലോയ്ക്ക് റെസ്പോൺസിബിൾ എന്നുള്ളതാണ്. ഈ കേസിൽ നമ്മളൊരു മെറ്റൽ എടുത്തതുകൊണ്ട് അവിടെ ഇലക്ട്രോൺ ആണ് റെസ്പോൺസിബിൾ. അതുകൊണ്ടാണ് -1/Ne എന്ന് വരുന്നത്. സംടൈംസ് ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് എ പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് എങ്കിൽ the hole will be the responsible for the current conduction, then the RH will be positive. അപ്പോൾ ഏത് കാരിയർ ആണ്, ടൈപ്പ് ഓഫ് കാരിയർ ആണ് ഇവിടെ കറണ്ടിന്റെ ഫ്ലോയ്ക്ക് റീസൺ ആവുക അല്ലെങ്കിൽ കറണ്ടിന്റെ ഫ്ലോയ്ക്ക് കാരണമാവുക എന്നുള്ളതിനനുസരിച്ചിരിക്കും ഇവിടുത്തെ RHന്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുക. ഹോൾ എഫക്റ്റ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു? ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമിൻ ഹോൾ വോൾട്ടേജ് across the sample material. ഹോൾ കോൺസ്റ്റന്റ് കാണാൻ വേണ്ടി പ്രോബ്ലം ചോദിക്കാം കേട്ടോ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ഹോൾ കോഎഫിഷ്യന്റ്. RH എന്ന് പറയുന്ന പേരാണ് ഹോൾ കോഎഫിഷ്യന്റ് ആൻഡ് കാരിയർ കോൺസെൻട്രേഷൻ ഓഫ് ദ മെറ്റീരിയൽ. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. താങ്ക് യു ഓൾ ഓഫ് യു. ഹായ് ഓൾ ഓഫ് യു. നമുക്ക് ചെറിയൊരു ഷോർട്ട് ക്വസ്റ്റ്യനും കൂടെ ഇതിനകത്ത് നോക്കാനുണ്ട്. ഫെയില്യൂഴ്സ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ തിയറി. ഫ്രീ ഇലക്ട്രോൺ മോഡലിന്റെ എന്താണ് അതിന്റെ പോരായ്മകളെന്ന് നോക്കാം. ദിസ് മോഡൽ സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ സം ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ലൈക്ക് ഇലക്ട്രിക്കൽ, തെർമൽ കണ്ടക്ടിവിറ്റി, തെർമിയോണിക് എമിഷൻ. ഇവയെല്ലാം ഇത് സക്സസ്ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ മെനി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് സച്ച് ആസ് ബിഹേവിയർ ഓഫ് സോളിഡ്സ് ആസ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എക്സെട്ര. എന്തുകൊണ്ട് മെറ്റീരിയൽസ് കണ്ടക്ടേഴ്സ് ചിലതായി മാറുന്നു, ഇൻസുലേറ്റേഴ്സ് ആയി മാറുന്നു, സെമി കണ്ടക്ടേഴ്സ് ആയി മാറുന്നു എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി ഫ്രീ ഇലക്ട്രോൺ തിയറിക്ക് കഴിഞ്ഞില്ല. ഓക്കെ, ദിസ് മോഡൽ സജസ്റ്റ് ദാറ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. നമുക്കറിയാം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആ ഇക്വേഷനിൽ കാണുമ്പോൾ അറിയാം ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ പ്രൊപ്പോർഷണൽ ആയിരുന്നു. But divalent and trivalent metals are less conductive than monovalent metal. പക്ഷെ നമുക്കറിയാം പോസിറ്റീവ് മോണോവാലന്റ് എന്ന് പറഞ്ഞാൽ വാലൻസി ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഉള്ളത്. അവയായിരിക്കും എന്ത് കൂടുതൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്നത് ദാൻ ദ ഡൈവാലന്റ് ആൻഡ് ട്രൈവാലന്റ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിനകത്ത് 2 ഇലക്ട്രോൺസും 3 ഇലക്ട്രോൺസും ഉള്ളവ എപ്പോഴും എന്ത് ചെയ്യുന്നു? 1 ഉള്ള ഒരു മോണോവാലന്റ് മെറ്റൽസിനേക്കാളും കണ്ടക്ടിവിറ്റി കുറച്ചാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് ഫ്രീ ഇലക്ട്രോൺ തിയറിക്ക് കഴിഞ്ഞില്ല. ബിക്കോസ് കണ്ടക്ടിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് നമുക്ക് ഇക്വേഷനിലൂടെ കാണാൻ കഴിഞ്ഞത്. Some metals exhibit positive Hall constant. The free electron metal always predict a negative Hall constant. അത് പക്ഷെ ചില കാര്യങ്ങളിൽ പറയുന്നുണ്ട് ഹോൾ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന പോസിറ്റീവ് നെഗറ്റീവും ആണ് എന്ന് പറയുന്നത് എന്ത് ഡിറ്റർമിൻ ചെയ്യും? ദ ടൈപ്പ് ഓഫ് കാരിയർ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫ്ലോ ഓഫ് കറണ്ട് ആണെന്ന് ചില ബുക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്.
Measurement of Fermi surface indicates that it is often non-spherical in shape. അപ്പോൾ ഫെർമി സർഫസ് നമ്മൾ വരച്ചപ്പോൾ തന്നെ സ്പെറിക്കലായിട്ടാണ് വരച്ചത്. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ മെഷർമെന്റ് തിയറട്ടിക്കലി നടത്തുമ്പോൾ ഫെർമി സർഫസ് സ്പെറിക്കൽ നോൺ സ്പെറിക്കൽ ഷേപ്പായിട്ടാണ് കണ്ടുവരുന്നത്. പക്ഷെ നമ്മളിവിടെ സ്പെറിക്കൽ ഷേപ്പ് എന്നുള്ള രീതിയിലാണ് എല്ലാ കാൽക്കുലേഷനും ചെയ്തത്. അപ്പം അത് ആണ് ഇത്രയാണ് ഫെയിലിയേഴ്സ് ഓഫ് റിയൽ ഇലക്ട്രോൺ മോഡലിന് എഴുതേണ്ടത്. ഇത് എപ്പോഴും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്, 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. താങ്ക് യു ഓൾ ഓഫ് യു.